ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ ഒരുപാട് വിശേഷങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് റോയ്മളുടെ വിശേഷങ്ങളോട് കിടക്കാം. ലാസ്റ്റത്തെ വ്ളോഗ് തന്നെ റോയ്മളുടെ ഫസ്റ്റ് ഡേ ടു സ്കൂൾ വീഡിയോ ആയിരുന്നല്ലോ. അപ്പോൾ ഇന്നത്തെ യൂണിഫോം ഒന്ന് മാറിയിട്ടുണ്ടാവും. ഇതാണ് ഡെയിലി യൂണിഫോം കേട്ടോ. ഫസ്റ്റ് ഡേ അവളുടെ വെനസ്ഡേത്തെ യൂണിഫോം ആയിരുന്നു. അപ്പോൾ ഇന്ന് 3 മണി വരെ ഉണ്ട്. അപ്പം നെക്സ്റ്റ് 2 ഡേയ്സ് സ്കൂളില്ല എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് കൊണ്ടുപോകുന്നത്. കൂടാണ്ട് വീട്ടിൽ നിന്ന് ഗസ്റ്റൊക്കെ വരുന്നുണ്ട് അതൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. സ്കൂളിൽ എത്തോളം ഉള്ളൊരു ടെൻഷനേ ഉള്ളൂ കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആവുന്നുണ്ട്. ആ സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ ആൾക്ക്. അതിന് 3 മണി വരെ എങ്ങനെയൊക്കെയോ പിടിച്ചു നിന്ന്. അപ്പോൾ വിളിക്കാൻ പോയപ്പോൾ ആളൊന്ന് ഉഷാറായിട്ടുണ്ട് കേട്ടോ. ഇത് അവളുടെ തൊട്ടടുത്ത ക്ലാസ്സിലത്തെ കുട്ടിയാണ്. എന്നെ കണ്ടപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നതാണ് മോള്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ MESലെ കുട്ടികളാണ്. അങ്ങനെ റോസൂനും റോയിക്കും ഒരേ സമയത്താണ് ക്ലാസ് വിടുന്നത്. റോസു സ്കൂൾ ബസ്സിലാണ് വരിക, പക്ഷേ ഇന്നിപ്പം ഞങ്ങൾ പിക്ക് ചെയ്തു കേട്ടോ. അതുപോലെ തന്നെ റീനുവിന് വേറെ സമയത്താണ്. അപ്പോൾ റീനുവിനെയും പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പിന്നെ റീനുവിനും റോസുവിനും സ്കൂൾ യൂണിഫോമിൽ നിങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ല. അതിനുശേഷം ഞാൻ പിന്നെ വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതിന് ശേഷം അവർ സ്കൂൾ യൂണിഫോമിലാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് അവരുടെ യൂണിഫോം, റീനുവിൻ്റെയും റോസുവിൻ്റെയും ഒക്കെ കേട്ടോ. പിന്നെ അതിനിടയ്ക്കാണല്ലോ റോയ്മോളുടെ സ്കൂൾ റീഓപ്പണൊക്കെ ആയത്. അപ്പോൾ പിന്നെ അവളുടെ വീഡിയോയിലോട്ട് കടന്നു. അതാണ് ഉണ്ടായത്. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു റീനുൻ്റെ റോസിൻ്റെ ഒക്കെ സ്കൂള് യൂണിഫോം കിട്ടിയിരുന്നു എന്നൊക്കെ. അങ്ങനെ അവിടെ നേരെ എൻ്റെ വീട്ടിലോട്ടാണ് പോയത്. ഉമ്മ ഉപ്പൊന്നും റീൻ്റെയും റോസിൻ്റെ ഒന്നും യൂണിഫോം കണ്ടിട്ടില്ല, യൂണിഫോം ഇട്ടിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ജസ്റ്റ് അവിടെ നിന്ന് കയറിങ്ങാണ്ട് ഫ്ലാറ്റിലോട്ട് പോകണം അങ്ങനെയൊക്കെ. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് വിശേഷങ്ങളൊക്കെയാണ്. അപ്പം ഇന്ന് നമുക്കിവിടെ ഗസ്റ്റൊക്കെ വരുന്നുണ്ട്. പിന്നെ മക്കൾക്ക് സ്കൂളില്ല. അപ്പോൾ ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഇക്കാൻ്റെ ഉമ്മയും സിസ്റ്ററും ഇക്കാൻ്റെ ബ്രദറിൻ്റെ മോളും അങ്ങനെയൊക്കെ എല്ലാവരും കൂടിയിട്ടൊന്ന് കൂടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പം ഇക്കാൻ്റെ ഉമ്മാനെയും ബ്രദറിൻ്റെ മോളെയും വിളിക്കാൻ പോകണം ഇക്കാക്ക് വൈകുന്നേരം. പിന്നെ വീട്ടിലോട്ടാണെങ്കിൽ സാധനങ്ങളൊന്നുമില്ല. നല്ല മഴയാണ് പുറത്തുണ്ടായിരുന്നത്. അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ ബാൽക്കണി മൊത്തം മഴയാകുമ്പോൾ വെള്ളം ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ഈ പ്രാവ് കാക്ക അതൊക്കെ വന്നിട്ട് അപ്പിട്ടിട്ട് പോവും. അപ്പോൾ ആകെ മൊത്തം എരപ്പായി കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതിനുള്ള എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നോക്കി നടക്കാം. ഞാൻ ആദ്യം ഈ ഇതുണ്ടല്ലോ മാസ്ക്, ബ്ലാക്ക് കളർ മാസ്ക് അവിടെ തൂക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ആദ്യമൊന്നും വരുന്നുണ്ടായിരുന്നില്ലായിരുന്നു. ബ്ലാക്ക് കളർ കാണുമ്പോൾ വരില്ല എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്, പക്ഷെ ഇപ്പം വരുന്നുണ്ട് കേട്ടോ. അപ്പം അവർ വന്ന് നിൽക്കുന്നതിൽ കുഴപ്പമില്ല, പ്രാവും കാക്കയെന്ന്. പക്ഷെ അപ്പിട്ട് പോകുന്നതാണ് പ്രശ്നം. മൊത്തം അലമ്പാക്കിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. കുറച്ച് ഞാൻ വീണ്ടും അതേപോലെ തന്നെ ആവും. പിന്നെ ഈ ഡോറുമെന്ന് വെള്ളം ഊറ്റിയിട്ട് താഴേക്കും വരുന്നുണ്ടായിരുന്നു വെള്ളം. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. ശരിക്കും ഇങ്ങനെ ബാൽക്കണി ഇല്ലാത്തതാണെന്ന് തോന്നുന്നു നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ഗ്ലാസിൻ്റെ ഡോറൊക്കെ നമ്മളെ വീടുകളിലൊക്കെ ഉണ്ടാകുമ്പോഴേ അത് ക്ലീൻ ആക്കാനായിട്ട് ഒരു മെനക്കെട്ട പണി തന്നെയാണ്. അതില്ലെങ്കിൽ യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. പിന്നെ അങ്ങനെ ഇപ്പോൾ ഇവിടെയും ഗ്ലാസ്സുമ്മലൊക്കെ അപ്പിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. എന്താ പറയുക, അതാണ് ഈ ഫ്ലാറ്റിലുണ്ടാകുമ്പോഴുള്ള ചെറിയൊരു ഇഷ്യൂ കേട്ടോ. ചെറിയതായിട്ടുള്ള ഇഷ്യൂ ആണ്. പക്ഷേ ആഫ്റ്റർ ഓൾ എല്ലാം കൂടി നോക്കുമ്പോൾ നല്ല രസമാണ്. ക്ലീൻ ആക്കി കഴിഞ്ഞാൽ ബാൽക്കണിയിൽ ഇരിക്കാനൊക്കെ നല്ല രസമാണ്. നല്ല കാറ്റ്, മഴ അതൊക്കെ ആസ്വദിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ക്ലീൻ ആക്കിയിട്ട് വേണം എനിക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നത്. ഇന്ന് വൈകിട്ടാണ് എല്ലാവരും വരുന്നത്. അപ്പോൾ ഒരു സാധനങ്ങളും വീട്ടിലില്ല. ഇക്കാൻ ഒറ്റയ്ക്ക് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ സാധനങ്ങളും കിട്ടൂല. എന്തെങ്കിലുമൊക്കെ ഒന്ന് മറന്നു വെച്ചിട്ട് പോരും. നമ്മൾ സ്കൂൾക്ക് കുട്ടി ഇപ്പോൾ എവിടേക്ക് പോകുമ്പോഴും എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിക്കും. സ്കൂളിൽ കാണുമെന്ന്. സ്കൂളിൽ പോണോ? ആ ഓക്കെ കുട പിടിക്കണേ. ഓക്കെ കറണ്ട് പോയി, പോകാൻ പറ്റില്ല. കറണ്ട് പോയി, ലിഫ്റ്റ് ഇല്ല. അതാ ലിഫ്റ്റ് വർക്കിംഗ് അല്ല. നമ്മളിപ്പോൾ പോട്ടാ. നമ്മളെങ്ങോട്ടാണ് പോണേ? സ്കൂളിൽ പോയിട്ട് മാമിനെ കണ്ടിട്ട് പോവാം.
3 days കഴിഞ്ഞിട്ട് പോയാൽ വേണ്ട, അവൾ സ്കൂളിൽ പോണില്ലല്ലോ. 3 days കഴിഞ്ഞിട്ട് പോയാൽ സ്കൂൾക്ക് പോയാൽ മാമിന് സങ്കടാവും എന്ന് പറഞ്ഞു. റൂയി വരാഞ്ഞ മാമിന് സങ്കടാവുമല്ലോ. അംബ്രല്ല ഓക്കെ, കൊട തലയിൽ വെക്കി, തലയിൽ വെക്കി. ആ അങ്ങനെ തന്നെ. മുടി നനയാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ പിടിച്ചു. ആ പോയിക്കോ. മുടി നനയരുത്. കൊട ഇങ്ങനെ പിടിക്കും. മഴ നോക്ക, വെള്ളം നോക്ക. തോടൊക്കെ ആ തോട് നിറഞ്ഞാലും ഒന്നും കൂടി വെള്ളം കയറി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരല് നിൽക്കും. ഈ സൈഡിൽ തോടൊക്കെ കാണുന്നില്ല. ഭാഗ്യത്തിന് തോടിനും ഇതിനോട് സെപ്പറേറ്റ് ഹാൻഡ് റെയിലൊക്കെ ഉണ്ട്. ആ വീട്ടിലൊക്കെ ഫുള്ള് വെള്ളമാവൂലേ? കുറെ വീട്ടിൽ അവിടെ ഒഴിഞ്ഞു പോയി. അത് ആ ഭാഗത്തൊക്കെ നല്ല വെള്ളമുണ്ട്. രസമുണ്ട് കാണാൻ, പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ മഴത്ത്. ഇവിടെയൊക്കെ വെള്ളം കയറി. ആയി നല്ല വെള്ളമുണ്ടല്ലേ, നല്ല രസമുണ്ടല്ലേ. ഈ ഭാഗത്തുള്ളിലോ ആ തോടുണ്ട്. ഈ തോട്ടിൽ വെള്ളം കേറിയിട്ടില്ല. ഇവിടെ ഫുള്ള് വെള്ളമായി. അന്ന് ഒരു ദിവസം കൂടി നല്ലോണം മഴയുണ്ടാ എന്നറിയും കേട്ടോ. അന്ന് രാവിലെ എണീക്കാൻ കുറച്ച് നേരം വൈകി. സ്കൂളില്ലാത്ത ദിവസം എൻ്റെ വിളിച്ചാൽ മതി. ഒരു എനിക്ക് ചായ മാത്രം മതി. തൊണ്ട എന്തോ ഒരു ഫിസ്കിച്ച് വരുന്നുണ്ട്. അപ്പം ലഞ്ച് കഴിച്ചിട്ടില്ല, സാധനം വാങ്ങിക്കാണ്ട്. എന്നാൽ മഴയായിട്ട് മൊത്തം നേരം വൈകില്ലേ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തന്നെ നേരം വെച്ചിട്ടാ. നമുക്ക് ഡിസ്പോസിബിൾ കപ്പിൽ ചായ മതി. ഇതൊക്കെ ഞാൻ എനിക്ക് ചായ മാത്രം വാങ്ങിക്കുള്ളേ. ഇനി ഒരു ചായ വാങ്ങിച്ചാൽ മതി. എനിക്ക് എന്തെങ്കിലും സ്നാക്ക്. അണ്ടിപ്പുട്ട് എന്തോ കാണുന്നത്. അല്ല, പരിപ്പോടെ അണ്ടിപ്പരിപ്പ്, അണ്ടിപ്പുട്ട് എന്തെങ്കിലും ഒന്ന്. എന്താണല്ലോ നോക്കാം. സമൂസ ഇല്ല. പാവം ബാബുവാണ്. പേടിക്കണ്ട. എന്തുണ്ട്? എന്തുണ്ട്? പപ്പുണ്ട്. നാളെ സ്കൂളിൽ പോകണ്ട. ടീച്ചർക്ക് പേടിയായിക്കോട്ടെ, ടീച്ചർക്ക് സങ്കടമായിക്കോട്ടെ. ചായ ഇല്ലാണ്ട് പറ്റില്ലല്ലേ? ചായ നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ അണ്ടിപ്പൊട്ട് മനസ്സിലായി. ടേസ്റ്റോക്കട്ടെ? കുഴപ്പമില്ല. പൊരിച്ച കടീനേക്കാളും നല്ലത് തന്നെയാണ്. പരിപ്പോടാ. മഴ, ചായ, പരിപ്പോട, അടിപൊളി കോമ്പിനേഷൻ. ഇനി നാട്ടിൽ വന്നപ്പം ശരിക്കും പറയുകയാണെങ്കിലും നമ്മൾ യുഎത്തിനേക്കാളും രസമുണ്ടല്ലേ മഴയൊക്കെ ആസ്വദിക്കാൻ. പിന്നെ യു എത്തെ ലൈഫ് അതൊന്ന് വേറെ തന്നെ കേട്ടോ. ഞാനിപ്പോഴും പറയുന്നത് എനിക്ക് അവിടുത്തെ ലൈഫ് തന്നെ ഇഷ്ടം എന്നാ. ഇവിടെ രസമുണ്ട്, പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഒരു മടുപ്പൊക്കെ വരും എന്ന് തോന്നുന്നു. അതെ, അയക്കണോ? ഐസ്ക്രീമൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. സ്ട്രോബെറി അത് ഐസ്ക്രീം അല്ല, കേർഡാണ്, കേർഡ്. സമൂസ ഫാനാണ്. ആ എന്ത് സമൂസയാണത്? അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനി ചിക്കനും ഫിഷൊക്കെ വാങ്ങിക്കാനുണ്ട്, അതിനായിട്ട് പോവാണ്. എന്ത് പറയണ്ട? അടി വീണു പോട്ടോ. പറയണ്ട. പിന്നെ മഴയില്ലല്ലോ നമ്മൾ വന്നതിന് ശേഷം. എവിടക്കാ പോണേ?
അവൾക്ക് ഈ വഴി എവിടെയോ പരിചയമുണ്ട്. എവിടേക്ക് പോണേ? ഷാജന്റെ നമ്മളെ വീട്ടിക്ക് വരുന്നുണ്ട് കേട്ടോ. നാത്തൂന്റെ വീട്. നാത്തൂന്റെ വീട് ചിക്കനെങ്കിൽ ചിക്കൻ വാങ്ങിച്ചോളൂ. എന്ത് അല്ല മോളെ ചിക്കൻ എന്ന് പറഞ്ഞോ? സ്കൂൾ പോവാ മാം കരി ഉണ്ടല്ലോ റൂഹി വരാഞ്ഞിട്ട്. നാളെ പോവോ? കിട്ടും. കിട്ടുകോഴി കോഴിയില്ലേ? ചില്ലിക്കട്ട്. മാക്സിമം ചെറുതല്ല, ചില്ലിക്കട്ട് എന്ന് പറഞ്ഞത്. മഴത്തുള്ള യാത്ര അത് നല്ല രസമുള്ളൊരു യാത്ര തന്നെ. പക്ഷെ വേറൊരു പണിയും പാടില്ല കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ പോയിട്ട് ഇനി ഫുഡ് കുക്ക് ചെയ്യണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ പുറത്തുനിന്ന് ആക്കണമെന്ന്. മഴ എന്ന് പറയുമ്പോൾ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് മഴ ആസ്വദിക്കണം, അല്ലാണ്ട് ഇങ്ങനെ കുക്ക് ചെയ്തിട്ടല്ല ആസ്വദിക്കാൻ പറ്റുക. ഷാജന്റെ വീട്ടിക്ക് വരുന്നുണ്ട് കേട്ടാ. ഫ്ലാറ്റിൽ വരുന്നുണ്ട്. ഏതാണ് ഫ്ലാറ്റ് റോയിക്കുള്ളത്? അവിടേക്ക് ആ കുട്ടി ഊയിന്റെ ഡ്രസ്. അത് ഇമ്മൻ ഡ്രസ്സാണ്. സുഖമുണ്ടോന്ന് ചോദിക്കാൻ. അന്തേ എന്താ റൂയി എന്നെ ചോദിക്കാൻ പറയും. അന്തേ എന്ത് പറ്റി റൂയി മുൾക്ക്? ആണോ? ഒരുപാട് സമയമായിട്ടോ. ചിക്കനൊക്കെ വാങ്ങിച്ചു, സാധനങ്ങളും വാങ്ങിച്ചു. ഇനി ഫിഷ് വാങ്ങിക്കാനുണ്ട്. ഇപ്പോൾ ഫിഷ് വാങ്ങിച്ചിട്ട് കാരണം ഉമ്മ മീൻ കഴിക്കുള്ളൂ, ചിക്കൻ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. ഇനി കുക്ക് ചെയ്യാനുണ്ട്. എന്താ പുഴയോ? കാണുമ്പോൾ രസമാണ്, പക്ഷെ ആ വീട്ടുകാരുടെ സ്ഥിതി ഒന്ന് നോക്കേ. 2 ദിവസം മഴ നമുക്ക് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളും റെഡ് അലേർട്ട് വന്നിട്ടുണ്ട്. ഫുള്ള് വെള്ളല്ലേ. സൗണ്ട് പോയില്ലേ? ഇട്ടു. അപ്പോൾ അവർ വൈകുന്നേരം വരും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനത് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ വൈകുന്നേരം എനിക്കൊരു ചെറിയൊരു ഫംഗ്ഷന് പോകാനും കൂടി ഉണ്ടായിരുന്നു. അപ്പം അവർ വന്നിട്ട് വേഗം കുക്കിങ്ങൊക്കെ ചെയ്യണം. അപ്പോൾ ഉമ്മാനെയും ഇക്കാക്കൻ്റെ മോളെയും വിളിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലോട്ട് പോയതാണ്, ഇക്കാൻ്റെ വീട്ടിലോട്ട്. അപ്പോൾ നാത്തൂനും മോളും വന്ന പാടന്നെ കുക്കിങ്ങിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും കൂടി ആയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ വർത്തമാനം പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു. ഞാനിതൊക്കെ ആദ്യം ചെയ്ത് വെക്കണം എന്ന് വിചാരിച്ചിരുന്നു. ഇവർ വന്ന പാടന്നെ നമുക്ക് കുറച്ച് സംസാരിച്ചൊക്കെ ഇരിക്കാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ വന്ന പാടന്നെ അവർ കിച്ചണിലോട്ട് കയറിയതാണ്. പിന്നെ ഉമ്മാനിട്ട് വന്ന് ഭാഗ്യത്തിന് അവർ വന്നപ്പോഴേക്കും ഏകദേശം എല്ലാതും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി കുക്കിങ്ങിലോട്ട് ഇറങ്ങിയാൽ പെട്ടെന്ന് എന്താ പറയുക എല്ലാം സെറ്റാവും എന്നുള്ളത് വളരെ ശരിയാട്ടോ. ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ശരിയാവും, പക്ഷെ എല്ലാവരും കൂടി വർത്തമാനം പറയുമ്പോൾ നമുക്ക് കുക്കിംഗ് ഒട്ടും ഭാരമില്ലാത്ത പോലെ തോന്നും. ഇന്ന് സ്പെഷ്യൽ നമ്മളെ ചിക്കൻ ചില്ലി ഗ്രേവി, ഫിഷ് കറി, പിന്നെ മീൻ ഫ്രൈ ആക്കുന്നുണ്ട്. ഉമ്മയും നാത്തൂനും കൂടി നമ്മളെ മാനാർ ക്രാഫ്റ്റിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഉണ്ടല്ലോ, അത് നോക്കുമായിരുന്നു. അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല, വീഡിയോയിലേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി കുറച്ച് വീഡിയോസ് എടുത്തതാട്ടോ. ഇക്കൻ്റെ വോയിസ് ഓവർ തന്നെ ഉണ്ട്. ഇത് ഏതൊരു മീൻ പൊരിച്ചത്, ഇത് ചിക്കൻ ചില്ലി ഗ്രേവി, ഇത് ഐഷ സ്പെഷ്യലാണ്. ഐഷ സ്പെഷ്യലിൻ്റെ ഈ ഗ്രേവി, പിന്നെന്താ ഗാർലിക് ബട്ടർ ചിക്കൻ, ഇത് 3 മാത്രമേ ഇഷ്ടമുള്ളൂ കേട്ടോ. മറ്റേതൊക്കെ ആവറേജ്. ഇതെന്താ ഇത് ഫ്രൈഡ് റൈസ്, വെജ് ഫ്രൈഡ് റൈസ്, ചപ്പാത്തി എനിക്കാവൂലേ.
എനിക്ക് പൊറോട്ട ഹറാമാണല്ല. ചപ്പാത്തിക്ക് ചപ്പാത്തി റൈസ് ഒന്നും വേണ്ട. ചായ പാൽ ചായ ആയിക്കോട്ടെ. ഇനി കട്ടൻ ചായ എന്നിട്ട് ചടപ്പിക്കണം. ഫിഷ് കറി അടിപൊളി കേട്ടോ. ഇവിടെ നീ പിന്നെ വോയിസ് ഓവർ കൊടുക്കണ്ടില്ല, ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ടിരുന്നോ? അവിടെ വെച്ച് അവിടെ ഇന്ന് തിന്നോളും വെള്ളം പറ്റി. കുഴപ്പമില്ല, മസാല ചല്ലേ. ഇതാണ് ചിക്കൻ ചില്ലി ഗ്രേവി. പൊതുവേ പറയുന്നത് സബ്ക ചിക്കൻ ചില്ലി ഗ്രേവി എന്നാണ്. മുമ്പ് കൈമ ചിക്കൻ ചില്ലി. ചായ ഷാറല്ലേ? ചായ കൊളായ എല്ലാം കൊള്ളാവേ. താത്ത നല്ല മീൻകറി അതാ. മക്കളെ ഇരിക്കും. റോസു ഇക്കഥയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ ചിക്കൻ ചില്ലി ഗ്രേവി, ഗാർലിക് ചിക്കൻ, അതുപോലെ ബട്ടർ ചിക്കൻ, അത് മൂന്നും മാത്രമാണ് ഇക്കക്ക് ഭയങ്കര ഇഷ്ടമായത്. വേറൊന്നും ആവറേജ് ടേസ്റ്റാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സ് എന്തായാലും എന്താണെന്ന് പറയട്ടെ അല്ലേ. എനിക്ക് ഈ മൂന്നല്ലാണ്ട് വേറെ ഒരുപാട് ഐറ്റംസ് ഭയങ്കര റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട് അല്ലേ, നമ്മുടെ റെസിപ്പി ട്രൈ ചെയ്തവർക്ക്. അപ്പോൾ നിങ്ങൾ തന്നെ പറയൂ എൻ്റെ ഏത് റെസിപ്പി ഞങ്ങൾക്ക് ഇഷ്ടമായതെന്ന്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടതാ ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട് തിരൂരെന്ന്. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ എല്ലാവരും കൂടി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ തിരിച്ച് വന്നപ്പോൾ അതാ അടുത്ത ഫുഡ്. ഒരു ഫുഡ് കഴിച്ചിട്ട് അപ്പം തന്നെ ഇറങ്ങിയതായിരുന്നു. തിരിച്ച് വന്നിട്ട് ഞാവൽപ്പഴം, പച്ചമാങ്ങ, മുളക് പൊടിയൊക്കെ ഉപ്പിട്ടിട്ട് അങ്ങനെ എല്ലാം കൂടി സ്നാക്കിങ് പോലെ ചെയ്യുവാണ്. നാത്തൂൻ്റെ മരുമോളാട്ടോ. അപ്പോൾ എല്ലാം കാണിച്ചു കൊടുക്കുകയാണ് ഇതൊക്കെയാണ് ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എടുക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ റെഡിയാക്കുക കേട്ടോ. പിന്നെ വേറൊരു സർപ്രൈസ് എന്താണെന്നറിയോ, ജൂൺ 14 ഈ ഒരു നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്നിട്ടുള്ളത്. ജൂൺ 15 അതായത് നെക്സ്റ്റ് ഡേ പുലർച്ചെ, അതായത് ഈ ഒരു ദിവസം 12 മണിക്ക് ശേഷം ഇക്കാൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ, ജൂൺ 15. അപ്പോൾ സർപ്രൈസിംഗ്ലി അന്നിവിടെ ഉമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ റീനു ഓർത്ത് വെച്ചിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. ഇത് ഇക്കാട് ഉമ്മ വരുമ്പോൾ തേങ്ങ ചിരവി കൊണ്ടുവന്നാണ്, വേറെ ആളെ കൊണ്ട് തേങ്ങ ചിരവിപ്പിച്ചിട്ട് കൊണ്ടുവന്നാണ്. ഇവിടെ തേങ്ങ പൊളിക്കാനും എന്താ പറയുക ചിരവാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ കുറച്ച് ചിരവി കൊണ്ടുവന്നാൽ മതി, ഞാൻ പാക്കാക്കി വെച്ചോളാം. അപ്പോൾ അത് പാക്കാക്കി വെക്കുന്ന സമയത്താണ് ഏകദേശം ഒരു 12 മണിയാവാൻ നേരമാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ, എല്ലാ തിരക്കും കഴിഞ്ഞിട്ട്. അപ്പോഴാണ് റീനു സർപ്രൈസായിട്ട് ഈ ഒരു പരിപാടി കാണിച്ചത്. അപ്പോൾ പിന്നെ ഞാൻ വേഗം വീഡിയോ എടുക്കാൻ നിന്നതാട്ടോ. ഇക്ക അറിഞ്ഞിട്ടില്ല. ഇക്ക റൂയിമോളുടെ തന്നെ ബർത്ത്ഡേ വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ കേക്ക് കട്ട് ചെയ്യാനോ ഒന്നും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. Happy birthday to you. Happy birthday to you. Happy birthday to you, Papa. Happy birthday to you. എന്താ റൂയി പപ്പ റൂയിന്റെ പേര് പറഞ്ഞിട്ടില്ലല്ലോ. Happy birthday to you. നീ പപ്പാക്ക് ഒരുമ്പോ എടുത്താളാ. താങ്ക് യു പറയ്. പപ്പാന്റെ റൂയിന്റെ ജൂണിലാണ്. ഇർസക്ക് റോസക്ക് ജനുവരിയിലാണ്. അമ്മാന്റെ ബർത്ത്ഡേ കഴിഞ്ഞു. ഉമ്മാന്റെ ബർത്ത്ഡേ എന്നാ? മെയിലാണ്. കുട്ടിക്കൊക്കെ അറിയാം. ഉമ്മാൻ്റെതോ മെയിലാണ്. ആഹാ, എന്റെ കുട്ടിക്ക് എല്ലാം അറിയാം. പപ്പാക്ക് എത്ര വയസ്സായി പപ്പ? പപ്പാക്ക് എത്ര വയസ്സായി പപ്പ? 25 കടന്നു അല്ലേ?
25 കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഒരു 47, 48 അപ്പൊ ഞാനോ? ഞാൻ ഏഴായിട്ടുള്ളൂ. 47, 37, 27, 70. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. എന്തായാലും വ്ളോഗ് കണ്ടിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതിയിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നതിലേക്കും ബൈ. താങ്ക് യു.